കേരളത്തിൽ നിപ്പ വൈറസ് വീണ്ടും പിടിപെട്ടിരിക്കുകയാണ്. അതീവ ജാഗ്രതയോടെയാണ് സർക്കാർ ഓരോ നീക്കങ്ങളും നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് നിപ്പ ബാധിച്ച 14-കാരൻ മരണപ്പെട്ടത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ് ഈ കുട്ടി. നിപ്പ രോഗലക്ഷണങ്ങളോടെ കുട്ടിയെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റിയിരുന്നു. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗം കൂടിയിരുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. അതേസമയം മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച 14-കാരന്റെ സമ്പർക്ക പട്ടികയിൽ 350 പേർ ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അപ്പോൾ സ്ഥിതികൾ ഗുരുതരമാവുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. പാലക്കാട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും 2 പേർ വീതമാണ് പട്ടികയിലുള്ളത്. തിരുവനന്തപുരത്തുള്ള 4 പേരും വീടുകളിലാണ് നിലവിലുള്ളത്. ഇവർ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇവരെ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ടെന്നും സൂപ്രണ്ട് അറിയിച്ചു. 9 പേരുടെ സാമ്പിൾ ഇന്ന് പരിശോധനയ്ക്ക് അയക്കുമെന്നും വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. പരിശോധിക്കുന്നവരിൽ 6 പേർക്ക് നിലവിൽ രോഗലക്ഷണം പ്രകടമായിട്ടുണ്ട്. 101 പേരാണ് ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതേസമയം നിപ്പ വൈറസ് ബാധിച്ച കുട്ടി യാത്ര ചെയ്ത ബസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ ഫീൽഡ് സർവേ പുരോഗമിക്കുകയാണ്. അതേസമയം അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിൽ നിപ്പ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് തമിഴ്നാട്. പാലക്കാട് ജില്ലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. വാഹനയാത്രികരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം മാത്രമാണ് തുടർയാത്ര അനുവദിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിപ്പ വൈറസ് പിടിപെട്ടിട്ടുണ്ട്. ജനങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തായാലും മുൻപ് വന്നതുപോലെ ഒരു മഹാമാരിയായി ഭവിക്കുന്നതിന് മുൻപ് അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാം. ഇനിയൊരു ലോക്ക്ഡൌൺ സന്ദർഭങ്ങളൊന്നും തന്നെ മുന്നിൽ കാണാനുള്ള അവസ്ഥയല്ല കേരളത്തിന് ഇപ്പോൾ ഉള്ളത്. നിപ്പ വൈറസും കൊറോണ മഹാമാരിയും കെട്ടണഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് ആളുകൾ തിരിച്ചു വന്നതേയുള്ളൂ. സംഭവം ഗുരുതരമാകുന്നതിന് മുൻപ് സർക്കാർ നിർദ്ദേശങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. ചെറിയ ലക്ഷണങ്ങൾ ആണെങ്കിൽ പോലും ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുക.